ഹർഷിനയുടെ ശാപം മന്ത്രി വീണ ജോർജിനെ പിന്തുടരുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രക്ക് വലിയ ക്രൂരതയാണ് ആ സ്ത്രീയോട് ചെയ്തത്. 5 വർഷം ഈ ഉപകരണം അകത്ത് അവർ ഏറ്റി നടക്കുന്നു. അതിൻ്റെ സർവ്വവേദനകളും നിരന്തരമായ ചികിത്സകൾ, ഒരുപാട് ചികിത്സകൾ, പലതരത്തിൽ പല ഡോക്ടർമാർ പല പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിനുള്ള ചികിത്സകളൊക്കെ അവർ എടുക്കുന്നു. അതിൻ്റെ വേദനകൾ, അതുണ്ടാക്കിയിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ, ഈ 5 വർഷം ഈ വേദനയുമായിട്ട് ആ സ്ത്രീ നടന്നു. എന്നിട്ട് അവരോട് അനുകമ്പയോടുകൂടി ആ സ്ത്രീയോട് ഏതെങ്കിലും നിലക്കുള്ള ഒരു പരിഗണനയോടുകൂടി പെരുമാറാൻ ഈ സിസ്റ്റം, ഈ സംവിധാനം, ഈ സർക്കാർ, ഈ വീണ ജോർജ് എന്നായിരുന്ന മന്ത്രി അവർ സന്നദ്ധമായില്ല. എന്നിട്ട് ആ സ്ത്രീ റോട്ടിൽ കിടന്ന് ആഴ്ചകളോളം സമരം ചെയ്യേണ്ടി വന്നു. ഇതിൽ പറഞ്ഞ ഒരു ക്രൂരത എങ്ങനെയാണ് ഒരു സംവിധാനത്തിന്, ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിന്, ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയോട് ചെയ്യാൻ പറ്റുക? അവരുടെ പ്രാക്ക് ഈ സർക്കാരിനുണ്ടാവുന്നതാണ് ഞാൻ പറയാം. അത് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ നിലക്കുള്ള മനുഷ്യരെ വേദനിപ്പിക്കുന്ന, മനുഷ്യരുടെ വെറുപ്പ് ഏറ്റുവാങ്ങുന്ന ആ സംഗതികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് പറയുമ്പം ഇവർ കുറേ ഡാറ്റയായിട്ട് വരും. അപ്പോൾ അതേക്കുറിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞു ഔട്ട് ഓഫ് ഫോക്കസിൽ. ഡാറ്റ വെച്ച് നോക്കിയാൽ ഡാറ്റ നോക്കേണ്ട കാര്യമില്ല. വെറുതെ ഒന്ന് പോയി ഈ ബീച്ച് ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജിലും പോയി നോക്കിയാൽ മതി. എങ്ങനെയാണ് ഈ ആരോഗ്യവകുപ്പ്, ആരോഗ്യ സംവിധാനം പ്രവർത്തിക്കുന്നത് മനസ്സിലാകുന്നു. അപ്പോൾ CPM-ൻ്റെ ഈ സൈബർ പോരാളികൾ വന്നു. അതെന്താ മാപ്രേ ഡാറ്റ നോക്കേണ്ടേ എന്ന് വെച്ചിട്ട് ഡാറ്റയുമായിട്ട് വന്നു. ഈ ഡാറ്റയുമായിട്ട് വരുമ്പോൾ പ്രശ്നം, ഒരുപാട് ഡാറ്റ ശരിയാണ്. എന്ന് വെച്ചാൽ ഇവരുടെ എല്ലാ ഡാറ്റയുടെയും ഒരു സംഗതി വെച്ചാൽ ഉമ്മൻചാണ്ടി കാലത്തുള്ള ഡാറ്റയും ഇതും നമ്മളൊരു കമ്പാരിസനാണ്. ഒന്നാമത്തെ പ്രശ്നം, ഉമ്മൻചാണ്ടി കാലത്തുള്ള അതേ ഡെലിവറി, ഉമ്മൻചാണ്ടി കാലത്തുണ്ടായ അതേ കാര്യങ്ങൾ അതേപോലെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഇവരെ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത്. അത് 10 വർഷം മുമ്പുള്ള കാര്യമാണ്. ഇത് പുതിയ കാലമാണ്, 2026. അപ്പോൾ ഈ ഡാറ്റയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാറ്റ എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ സമീപിച്ച രോഗികളുടെ എണ്ണം, അതിനകത്തുണ്ടായിട്ടുള്ള വർധനയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് കൂടുതൽ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, കൂടുതൽ ആളുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വരുന്നു, സേവനം വർദ്ധിക്കുന്നു. ഡാറ്റ ശരിയാണ്. പക്ഷേ കൂടുതൽ ആളുകൾ എന്തുകൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വരുന്നു എന്നാലോചിക്കുമ്പോൾ അതിന് പല ഘടകങ്ങളുണ്ടാവും. അതിവിടെ സർവീസ് മെച്ചപ്പെട്ടത് കൊണ്ട് മാത്രമായിരിക്കണമെന്നില്ല. ആളുകളുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കുറഞ്ഞതുകൊണ്ടുകൂടെ ആകാം. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാനുള്ള ആളുകളുടെ ശേഷി അത് മുമ്പുള്ളതിനേക്കാൾ കുറഞ്ഞതും കാരണം, അത് മാത്രമാണ് കാരണം ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഈ നിലക്ക് ഈ കണക്കുകളുടെ കളി മാത്രം. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വാങ്ങിയ മരുന്നിൻ്റെ തൂക്കം ഇത്ര ടൺ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത്ര ടണ്ണായിരുന്നു, ഇപ്പോൾ ഇത്ര ടണ്ണാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഡാറ്റ ഇട്ടാണ് വരുന്നത്. അന്നത്തെ സ്പെൻഡിങ് ഇന്നത്തെ സ്പെൻഡിങ് തമ്മിൽ എന്തായാലും വ്യത്യാസം ഉണ്ടാവും. കാരണം നമുക്കറിയാലോ, 10 വർഷം മുമ്പ് ചിലവഴിച്ച തുകയല്ല ഇപ്പോൾ ചിലവഴിക്കും. അത് ഏത് ഫീൽഡിലാണെങ്കിലും. അത് നമ്മുടെ ഫാമിലി ബജറ്റ് എടുത്ത് നോക്കിയാൽ പോലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ സ്പെൻഡിങ്ങിൻ്റെ ഡാറ്റ, വരുന്ന ആളുകളുടെ ഫുഡ് പ്രിൻറ്റിൻ്റെ ഡാറ്റ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെ ഫുട്ഫാളിൻ്റെ ഡാറ്റ, ഈ കേസിൻ്റെ പാരസെറ്റാമോളുടെ കേസ്, അന്ന് ഇത്ര കേസ് പാരസെറ്റാമോളാണ് പോയത്, ഇന്ന് ഇത്ര കേസ് പോകുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ മറയിടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ എന്താണ്? കത്രിക മറഞ്ഞു വെക്കുന്നു, കൈ മുറിച്ച് മാറ്റുന്നു, ബലാത്സംഗത്തിന് വിധേയമാകുന്നു, ഓപ്പറേഷന് വിധേയമായ സ്ത്രീ ലൈംഗികാതിക്രമത്തിന് വിധേയമാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇത് പറയുന്നവർ ആക്രമിക്കാൻ വേണ്ടി ഈ സംവിധാനമാകെ പെരുമാറുന്നു. ഹാരിസിനെതിരായിട്ടുള്ള ആക്രമണത്തിന് തുടക്കം കുറിച്ചതാരാ? സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ ഇത് ജനങ്ങളുടെ മുമ്പിലുണ്ട്, ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ പറയുന്ന ആളുകൾ ചീത്ത പറയുക, പറയുന്ന ആളുകൾക്ക് നടപടി എടുക്കുക, അതല്ല വേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, CPM നേതൃത്വം മനസ്സിലാക്കേണ്ടത്, ആരോഗ്യരംഗത്തുണ്ടാകുന്ന പാളിച്ചകൾ അത് ജനങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റം വിസിബിളായുള്ള കാര്യമാണ്. രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകുന്ന ഏരിയയാണ് എന്നവർ ഓർക്കുന്നത് നല്ലതാണ്.